പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം നമ്മുടെ ഒരു യുവതലമുറയുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റുമായിട്ടാണ്. എന്താ യുവതലമുറയുടെ ആവശ്യമുള്ളത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം, യഥാർത്ഥ വിദ്യാഭ്യാസം നമ്മുടെ വരുന്നൊരു ജനറേഷന് വളരെ കുറഞ്ഞൊരവസ്ഥയാണ്. വിദ്യാഭ്യാസത്തിനെ തീർത്ത് കുറ്റം പറയാൻ വന്നതല്ല. ഒരു നല്ലൊരു വിദ്യാഭ്യാസം നമ്മുടെ സൊസൈറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ആഴത്തിലൊന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ ഇപ്പം എന്താണ് LKG UKG ഒക്കെ വരുന്നുണ്ടെങ്കിലും 1ാം ക്ലാസ് മുതലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ ഏകദേശം ഒരു 10 വർഷം നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കുള്ള അതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്നുള്ളത് നമ്മൾ നോക്കാം. നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. 1ാം ക്ലാസ്സിലെ കുട്ടിയുടെ ക്വാളിറ്റിയും അത് കഴിഞ്ഞിട്ട് അവരുടെ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ഒരു ക്വാളിറ്റിയും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഒന്ന്, അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അവർക്ക് കുറച്ച് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അക്ഷരങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ സയൻസ് പരമായിട്ട് എന്തൊക്കെയോ ഇച്ചിരി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. കണക്ക് കുറച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ കിട്ടുന്ന വെച്ചാൽ മാർക്ക് മേടിക്കാൻ വേണ്ടി പരീക്ഷയിൽ എങ്ങനെ മാർക്ക് മേടിക്കാം എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അത് പല രീതിയിലും അവരതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും അതിൻ്റെ അകത്ത് വിജയിക്കുന്നു. പക്ഷേ ഒരു കുട്ടി 10 വർഷം നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ചിട്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ മുന്നേറാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രായോഗികമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ചോദിക്കേണ്ട, അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഓരോ കുട്ടികളിലും അതിൻ്റേതായ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം എങ്ങനെ നേടിയെടുക്കാം. ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് കുട്ടികൾക്ക് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം ഞാനടക്കമുള്ള ഒരു സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ നേരിടുന്നത് നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം അവരുടെ മദർ ടങ് എന്ന് വെച്ചാൽ സ്വന്തം ലാംഗ്വേജ് അയക്കുന്ന മലയാളമായാലും തമിഴായാലും മറ്റു ഭാഷകളായാലും അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ലോക വിവരങ്ങളും പരിജ്ഞാനങ്ങളും അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭാഷ അവർ നിർബന്ധമായിട്ടും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഏകദേശം ഒരു 80% കുട്ടികൾ പൂർണ്ണത കൈവരിക്കും. എന്നുവെച്ചാൽ എത്രത്തോളം ഭാഷ ഒരു കുട്ടിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും 80%. ബാക്കിയുള്ളത് അത് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർക്ക് ഇടപഴകാൻ പറ്റുന്ന രീതിയാണ്. ബാക്കിയുള്ളതെല്ലാം എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് വേണം. പക്ഷേ ഭാഷ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ സമൂഹം ഒരു 10, 80, 90% ആളുകളും വളരെ പിന്നോക്കമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ജോലി കിട്ടാനുള്ള അവസരങ്ങൾ ഇല്ലാതാവുന്നുണ്ട്. അതേപോലെ തന്നെ ഉയർന്ന നിലയിലുള്ള റിസർച്ചുകളും കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. നല്ല സ്കില്ലുള്ള കുട്ടികളായിരിക്കും, പക്ഷെ അവർക്കത് പോകാൻ പറ്റുന്നില്ല. പിന്നെ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവർക്ക് സൊസൈറ്റിയിൽ നല്ലൊരു അംഗീകാരം കിട്ടേണ്ട ആളുകളായിരിക്കും, പക്ഷെ അത് അവർക്ക് കിട്ടുന്നില്ല. ഈ ഭാഷയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഘടകം തന്നെയാണ്. എന്താണ് ഭാഷ എന്ന് എല്ലാവർക്കും അറിയാത്തത് കൊണ്ടാണ്. ഭാഷ എന്ന് പറയുന്നത് അത് നമുക്ക് അത്ര പെട്ടെന്ന് ഒരാൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, അല്ലേ? നമുക്കറിയാം, ഒരു ഭാഷ